ഇതാണ് പെണ്ണ്. എപ്പോഴും ഹാപ്പി ചിന്തിക്കുന്ന ആളാ സച്ചിൻ. മോള് നാട്ടിൽ വരുന്ന സീനുകളാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഡിഫറെന്റ്. എന്നെയും കൂടെ കരുതുന്ന ആളാണ്. ഫാമിലിയാണ്. അടഞ്ഞു കിടക്കുന്ന വീടൊക്കെ ഉണർന്നു ഓട്ടോമാറ്റിക്കായിട്ട് ഉണരും. അയ്യോ ഭയങ്കര ഉണർച്ച. ക്രിസ്tina ചേച്ചിയുടെ മന്ത്രകോടി ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണ്. നല്ല ആള് കെയറിങ്. കൂടുതൽ അമ്മയാണെന്ന് തോന്നുന്നു. അവരുടെ സന്തോഷം 150 രൂപയുടെ ഒരു മൊമെന്റോയിൽ കൂടെ അവർ തീർന്നു. മൊത്തം കൊളമാണ്. അവർക്ക് ഗോൾഡ് ഇഷ്ടമല്ല, ഡയമണ്ട് പോലെയാണ് അവള് നോക്കിയിരുന്നത്. നല്ല കുട്ടി, വളരെ നല്ല കുട്ടി എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു. അവനും അവന്റെ വൈഫിനും ഭാവിയിൽ എല്ലാവിധ ആശംസകളും. വീഡിയോസ് ഫോട്ടോയ്ക്ക് ഇത്രയും ഒരു വൈഡ് റേഞ്ച് ഉണ്ടെന്ന് അതിൽ നിന്നില്ല മനസ്സിലായി. നമ്മളിപ്പം കാർത്തികപ്പള്ളി സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലാണ്. ഓർത്തഡോക്സ് പള്ളിയാണ്, എല്ലാവർക്കും അറിയാവുന്ന വലിയൊരു പള്ളിയാണ്. ഒരുപാട് ചരിത്രമുള്ള പള്ളിയാണ്. ഇന്ന് നമ്മുടെ സച്ചിന്റെ സ്കോളർഷിപ്പ് എടുക്കുകയാണ്. ഇവിടെ വന്നിട്ടേ ഷൂട്ട് തന്നെ ഇങ്ങനെ നോക്കണം കേട്ടോ. മെല്ലെ 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 യാ അവിടെ നിന്നിട്ട് റിലാക്സ് ആയിട്ട്. ഓക്കെ യാ മെല്ലെ വരുന്നു, ചിരിക്കുന്നു. യാ ഫ്രണ്ടിൽ അവിടോട്ട് വരുന്നു, ഇരുന്ന് യാ ലെഗ് ഒന്ന് ക്രോസ് ചെയ്ത് യാ കൈ മെല്ലെ താത്തിരി ഒന്ന് പിടിച്ചു ഒന്നുകൂടെ കൈയുടെ കഫൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് യാ ഓക്കെ. പേരെങ്ങനെ? ഈ പള്ളിയാണ്. ഓ താങ്ക് യു താങ്ക് യു. ഇവിടെ വന്നപ്പോൾ കണ്ട ആളാണ് കേട്ടോ, നമ്മുടെ വീഡിയോ കാണുന്നതാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഫോട്ടോയ്ക്ക് ഇത്രയും ഒരു വൈഡ് റേഞ്ച് ഉണ്ടെന്ന് അതിൽ നിന്നില്ല മനസ്സിലായി. ഓക്കെ താങ്ക് യു. ഞങ്ങളോട് വേറെ ആളെ കാണിക്കാണ്. പേരെങ്ങനെ? സ്നോഫി. അമ്മയാണോ? എല്ലാം റെഡിയായി നിൽക്കുകയാണോ? സച്ചിൻ ഒരാളേ ഉള്ളൂ അല്ലേ? അനിയത്തി ഉണ്ടോ? ആ സച്ചിന്റെ വീട്ടിൽ വന്നു കേട്ടോ. സച്ചിനുണ്ട്, സച്ചിന്റെ അനിയത്തി സോനയുണ്ട്, പപ്പ അമ്മ. സച്ചിന്റെ പപ്പ ഒരു മിലിറ്ററിക്കാരനാണ്, ജമ്മു ആൻഡ് കാശ്മീരിലാണ് ആള് ജോലി ചെയ്ത്. അവിടെ നിന്നാണ് എന്നെ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 10:30 ഇവിടെ നിന്ന് ഇറങ്ങും. ഇത് ഓർത്തഡോക്സ് കല്യാണമാണ് കേട്ടോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പള്ളിയാണ്. വാർത്തകളിലൊക്കെ ഒരുപാട് ഇടം നേടിയിട്ടുള്ള ഒരു പള്ളിയിലാണ് ഇന്നത്തെ കല്യാണം. ചേപ്പാട് ഒരു ഹൈവേയിലാണ്. വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. റെഡിയായോ? എന്ത് ചെയ്യുവാ? മേക്കപ്പ് ചെയ്തില്ലേ? ചെറുതായിട്ടേ ചെയ്തോളൂ. ഹലോ സോന പറയൂ, സോനയുടെ സ്വന്തം സച്ചിനെ കുറിച്ച്. ഹാൻസം, എഡ്യൂക്കേറ്റഡ്, വെൽ ലുക്കിംഗ്. നിങ്ങൾ തമ്മിൽ നല്ല വയസ്സിന് വ്യത്യാസമില്ലേ? 10 വയസ്സ്. 10 വയസ്സിന് വ്യത്യാസമുണ്ടോ? അപ്പൊ ഭയങ്കര പേടിയാണോ? പേടിയൊന്നുമില്ല. ഭയങ്കര ഇഷ്ടമാണോ? ക്രിസ്ത്യനിൽ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം എന്തൊക്കെയാ? ഭയങ്കര ജോളിയാ, എപ്പോഴും ഹാപ്പിയാ. സച്ചിന് ചേരുന്ന ഒരാളാണ്. പെർഫെക്റ്റ് മാച്ച്. അവരെ രണ്ടുപേരും കണ്ടതിൽ ഏറ്റവും സിമിലാരിറ്റി തോന്നിയ കാര്യമൊക്കെ എന്തൊക്കെയാ? സിമിലാരിറ്റി തോന്നിയിട്ടില്ല അങ്ങനെ. ഇല്ല, മൊത്തം ഡിഫറെന്റ്. പക്ഷെ ഡിഫറെന്റ് നല്ലതാ നോക്കിയിട്ട്. നിങ്ങളുടെ ഫാമിലി? ഞാനും അച്ഛനും പപ്പയും അമ്മയും സ്മോൾ ഫാമിലിയാണ്. ഞങ്ങൾ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സ്മോൾ ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി. നിങ്ങളുടെ ലോകം ഭയങ്കര ഹാപ്പിയാണ്. അമ്മ മാറിയിടാൻ പറ്റും. അവർക്ക് ഗോൾഡ് ഇഷ്ടമല്ല, ഡയമണ്ട് പോലെയാണ് അവള് നോക്കിയിരുന്നത്. നിങ്ങളുടെ നാടിന്റെ പ്രത്യേകത എന്താ? മൊത്തം കുളമാണ്. ഈ നാടോ? മുതുകുളം ആയതുകൊണ്ട് മൊത്തം തോടും. മുതുകുളം ആയതുകൊണ്ട് വന്ന കുളം വന്നിട്ടില്ല. അതൊക്കെ കണ്ടിട്ടായിരിക്കും. നിങ്ങളുടെ നാട്ടില് നല്ല മനുഷ്യരുണ്ടെന്ന് പറയുന്നേരാണോ? ഉണ്ട്, വീട്ടിലുണ്ടെന്ന് പറയുന്നേരാണോ? ഉണ്ട്. നേരാണ്. ആരൊക്കെയാ നല്ല മനുഷ്യൻ? ഞങ്ങളുടെ വീട്ടിലുള്ളവര് നല്ല മനുഷ്യരാണ്. അമ്മ പറ. സച്ചിൻ എന്ന് പറയുന്നത് സൈലന്റാ, ഏത് കാര്യവും ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആളാ സച്ചിൻ. മോൻ എന്നുള്ള രീതി അവൻ എന്നെയും കൂടെ കരുതുന്ന ആളാണ്. ഞങ്ങളെ കരുതത്തില്ല. ഞങ്ങളെ കരുതും. 10 വയസ്സിന് ഇളയതാണ്ട് പെങ്ങളെ നല്ല കരുതല്ല. സച്ചിന്റെ പേരിട്ട് എങ്ങനെ? 98 ഇതില്ല സച്ചിന്. അപ്പൊ നമുക്ക് സച്ചിൻ, സാന്ദ്ര, സോന എന്നൊക്കെയുള്ള ഇങ്ങനെ പേരുണ്ടല്ലോ, നല്ല നല്ല പേര്. ഞാൻ സെലക്ട് ചെയ്തതാ സച്ചിന്. സച്ചിൻ സെലക്ട് ചെയ്ത സോന എന്നുള്ള പേര്. ഞാൻ വിചാരിച്ചു നീ ക്രിക്കറ്റ് കളി പുറമേ കാണുമ്പോ അങ്ങനെ ഉണ്ടെങ്കിലും പപ്പ നല്ല കൂളാള്, കെയറിങ്. അമ്മയാണോ നിങ്ങളെയാണോ? അമ്മയും ഞങ്ങളെ കൂടുതൽ അമ്മയാണെന്ന് തോന്നുന്നു. ഇത് മൂത്ത ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ, മൂന്നാമത്തെ ചേട്ടനത്. ഇവര് 4 പേര്. ആ പോയത് ആള് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. നിങ്ങളുടെ ഓർമ്മകളിലെ സച്ചിൻ എങ്ങനെ? ഞങ്ങളെ കുറെ അങ്ങോട്ട് ആയതുകൊണ്ട് കൂടുതൽ അങ്ങോട്ടുള്ള കുഞ്ഞുങ്ങളെ കാണാം. വല്ലപ്പോഴും വരുമ്പോഴെല്ലാം കാണാം. ഞങ്ങൾ കേട്ടുള്ള അങ്ങനെ കണ്ണാമല്ലോ. അവിടാണ് നിങ്ങൾ തറവാടല്ലേ? വൈഫിന്റെ വീട് ഇവിടെ ആയതുകൊണ്ട് അവരിങ്ങോട്ട് കാണാനുള്ള സൗകര്യങ്ങളും. മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തടുത്താണ്. 1/2 കിലോമീറ്റർ നമ്മുടെ സച്ചിന്റെ ഓർമ്മകൾ പറയും. എന്തൊക്കെയാ? ഇതാരാ സച്ചിന്റെ? വല്യമ്മച്ചി. അപ്പച്ചനുണ്ടോ? ആണോ? അമ്മച്ചി പറയാൻ പറ്റി. ഇത്ര വയസ്സ് വരെ അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ? കൈ നമ്മുടെ കൂടെ അമ്മച്ചി ഇവിടെ തന്നെയാണോ? ഇവിടുത്തെ അപ്പച്ചനോ? നിങ്ങളുടെ? ഇവിടെ വരുമോ? ഇന്ന് വരുമോ? ആൾ ഇവിടെ വന്ന് ഒരുങ്ങുന്നേ ഉള്ളോ? കഴിച്ചോ?
ഇഡലി കഴിക്കുമ്പോൾ ഇഡലി ഉണ്ട്, ഇഡലി, സാമ്പാർ, ചട്നി, മുളക് ചമ്മന്തി, കോഫി, ചായ എല്ലാം ഉണ്ട്. അമ്മച്ചിയെ പരിചയപ്പെട്ടു. ഞങ്ങൾ 2 പെൺപിള്ളേരാ. അതിന്റെ ഹസ്ബൻഡായത് അപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ മറന്നുപോയ ഇന്ത്യ, നമ്മുടെ അഭിമാനമായ ഇന്ത്യയുടെ. അതെ അതെ അതെ. ഞാൻ CRPF വർക്ക് ചെയ്യുന്നു, കാശ്മീരിലാണ്. മുമ്പ് എന്തായിരുന്നു അമ്മ പറഞ്ഞു? കെയറിംഗ് ആണ്. ആര് കെയറിംഗ് ആയിരുന്നു പറഞ്ഞു? അപ്പം ഭയങ്കര കെയറിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അമ്മയാണോ നിങ്ങളെയാണോ എന്ന് ചോദിച്ചു. അമ്മയോടാണെന്നോ. പുത്രനെ കുറിച്ച് പറ. പുത്രൻ കുഴപ്പമൊന്നുമില്ല, പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ജോലി കിട്ടി. 3 വർഷമായി ജോലി കയറി. വ്യവസായത്തിൽ നല്ലൊരു കൊച്ചിനെ ഞങ്ങൾക്ക് കല്യാണത്തിന് കിട്ടി. കല്യാണം കഴിപ്പിച്ച് സുഖമായിട്ട് ചെയ്യിക്കിട്ട്. ഇത്രയുള്ള ഒരുപാട് ടെൻഷനുള്ള ഒരാളാന്ന് തോന്നുന്നു. ഞാൻ എന്നെ ഒന്നടവിട്ട് കൂടി അവിടെ നിന്ന് വിളിക്കും. കാര്യങ്ങളെല്ലാം ഈസി ആയില്ലായിരുന്നോ? ഞങ്ങൾ പല സ്ഥലങ്ങളിലാകുമ്പോൾ നമുക്ക് അടുത്ത് വരാൻ പറ്റുമോ, വരാൻ പറ്റുമോ, എന്റെ ലീവിൽ വരുന്ന ആളാ. അപ്പം ചെയ്യാൻ എനിക്ക് ആങ്ങളെന്ന് പറഞ്ഞ ഒരാളെ വ്യക്തിയില്ല. വീട്ടിലെ ATZ കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? അച്ഛനും പപ്പ എടുത്തോട്ട് തിരിഞ്ഞ് ഒന്ന് ഹഗ് ചെയ്ത് 2 സൈഡും നെറ്റിൽ ഒരു കൊടുക്കണം. എന്നിട്ട് ചിരിച്ച 2 മുഖത്തോട് നോക്കി. ഓക്കെ, അതുപോലെ മമ്മ എടുത്തോട്ട് തിരിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തു. അങ്ങോട്ടേക്ക് എടുത്ത് നോക്കിയേ. വെരി ഗുഡ്, താങ്ക് യു. ഫോളോവർ ഇവിടുത്തെ കസിനാണോ? എങ്ങനെയാണ്? 2 മുഖത്ത് നോക്കി ചിരിച്ചു വന്ന്. അമ്മച്ചിക്ക് എത്ര കൊച്ചുമക്കളാ? അമ്മച്ചി എനിക്ക് 4 കൊച്ചുമക്കൾ. ഒരു പെൺപിള്ളേരെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്നുകൂടെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. എവിടെയുള്ള കൊച്ചനാന്ന് വിചാരിച്ചു. മനസ്സിലായില്ലേ? ഇവിടെ ഉള്ള ആളാണ്. വെറുതെ വിളിച്ചു വന്ന് നമ്മൾ കല്യാണത്തിന് വേണ്ടി പറയാം. വെറുതെ വിളിച്ചു വന്നല്ല, കല്യാണത്തിന് വിളിച്ചിട്ട് ഓ എന്റെ മുടി. ഞാൻ പറഞ്ഞു ആ കൊച്ചിനാ നന്നാ ചെറുതായിരിക്കും. മമ്മി കാണോ വീഡിയോ? പിന്നെ ഞങ്ങൾ എപ്പോഴും കാണുന്നതാണ്. ഇത് എന്റെ ഫാമിലിയുടെ പാടെ 2ാം ചേട്ടനാണ്. ചേട്ടന്റെ വൈഫ് മിനിമാമ, ഇത് മോള്, ഇത് മോന്, ഇത് മാമയുടെ മോൻ. ഒരാളും കൂടെ മിസ്സിംഗ് ഉണ്ട്. അദ്ദേഹം UAE-ലാണ്. ഒരു ഉപദേശം കൊടുക്കാൻ എന്തെങ്കിലും പറഞ്ഞു. മുമ്പ് ഒരാളൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ചെറുപ്പത്തിൽ കുറെ വളർത്തിയെന്ന്. ഇവിടെ ഏറ്റവും മൂത്താണ്. മൂത്ത ചേട്ടനാണ്. I am very excited. എൻ്റെ ക്രിസ്ത്യന ചേച്ചിയുടെ മന്ത്രകോടി ക്യാരി ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ ബൊക്കയിലേക്ക് നോക്കിയേ. വാവ്, നൈസ്. വീഡിയോയും ഫോട്ടോയ്ക്ക് ഇഷ്ടമായോ? പേരെന്താ? ക്രിസ്റ്റൻ. ഞാൻ അനിത്യാണോ? പേരെന്താ? നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചങ്കാണ്. എവിടെ സ്ഥലം? പേരെങ്ങനാ? ഈ പള്ളിയാണോ? അല്ല, നമ്മുടെ പയ്യന് നമ്മുടെ അടുത്തര നമ്മുടെ ആൾ ഒരുമിച്ച് ഓർമ്മയുണ്ടോ? ഇന്ന് രാവിലെ എടുത്തു. അന്ന് ആളില്ലായിരുന്നല്ലോ രാവിലെ. നിങ്ങളുടെ ചങ്കല്ലേ? നിങ്ങളുടെ പിന്നെ ഞങ്ങളെല്ലാം ഒരുമിച്ച് കളിച്ചു അന്നൊന്ന് പറഞ്ഞു ഒരുമിച്ച് കളിച്ചു അവനെ കുറിച്ച് എന്തെങ്കിലും സന്തോഷം 2 വൃത്തിയോടെങ്കിലും പറയും. അവനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങള് ഇവിടെ മൊമെന്റ് കൊടുത്തില്ലേ യുവന പ്രശ്നത്തിൽ ഏറ്റവും സജീവമായ അംഗമാണ് സച്ചിൻ. അതുകൊണ്ടാണ് ഞങ്ങൾ യുവന പ്രശ്നത്തിന്റെ ഒരു മൊമെന്റ് കൊണ്ടുപോയി കൊടുത്തത്. ഞങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾ അതിൽ ആ മൊമെന്റ് വഴി പ്രതിഫലിച്ചത്. കാരണം അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെയുള്ള ആളാണ്. അപ്പൊ അവനും അവന്റെ വൈഫിനും ഭാവിയിൽ എല്ലാവിധ ആശംസകളും നേടാൻ. ഞാൻ അവന് ഒരേ പ്രായം 29 വർഷത്തിൽ 28 വയസ്സ് പറയാം. എനിക്കൊരു 28 വർഷത്തെ സുഹൃത്താണ്. അവരുടെ സന്തോഷം 150 രൂപയുടെ ഒരു മൊമെന്റോയിൽ കൂടെ അവർ തീർത്തിരിക്കുകയാണ്. വീഡിയോ കാണുന്ന മാത്രമല്ല ഇപ്പൊ അവൻ ആ മൊമെന്റ് കൊടുത്തു. അവൻ അവന്റെ ഷോക്കേഴ്സ് വെക്കുമ്പോൾ അവൻ അത് കാണുമ്പോൾ കാലത്തോളം ഓർമ്മിക്കും. എനിക്ക് വേണ്ടി എന്റെ യുവജന പ്രസ്ഥാനം, ഞാൻ സെക്രട്ടറിയാണ്, ഞാൻ യുവജന സെക്രട്ടറിയാണ്. പള്ളി അവന് വേണ്ടി കൊടുത്ത ഒരു സന്തോഷം അതാണ് ഏറ്റവും വലിയ. അതിന് മേലെ ഒന്നുമില്ല. സച്ചിനെ വീഡിയോ കാണുമ്പോൾ സ്മരിക്കണം കേട്ടോ. ഫോട്ടോ എടുക്കണ്ടേ? ഫുഡ് കഴിച്ചോ? കഴിച്ചിട്ട് എടുക്കാം. ക്രിസ്ത്യയുടെ കസിൻസ് ആണ്. ഇത് കസിൻസ്, ഇത് കസിൻസ്, ഇത് നമ്മുടെ ആങ്ങളാ. ഇത് ഒരു ആംഗ്ലയായിട്ടൊക്കെ വരും. ഇത് ക്രിസ്ത്യയുടെ പപ്പയുടെ ഏറ്റവും ഇളയാള്.
നിങ്ങൾ 6 പേരിൽ 6ാമത്തെ ആളാണ്. അതെ. Yeah. ഇനി വരുന്ന ജനറേഷൻ ഇത് കാണുമ്പോൾ മനസ്സിലാവും. ബിനു സീൻസ് ആണോ ചേട്ടൻ? എനിക്കറിയാം പെണ്ണിന്റെ 2 ആങ്ങളമാര്. നിനക്ക് നിന്റെ ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുന്നത്? എന്താ പറയാനാ, ഒന്നും പറയാനില്ല. നല്ല കുട്ടി, വളരെ നല്ല കുട്ടി എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അത്ര നല്ലതൊന്നും അല്ല. എന്നൊരു മെമ്മറിയിൽ നിൽക്കാനുള്ള സാധനം പറയടാ. എന്റെ അനുഭവത്തിൽ ഏറ്റവും വലിയ മെമ്മറി മോൾ ആദ്യമായിട്ട് നാട്ടിൽ വരുന്നത്. മോളെന്നാണ് വിളിക്കുന്നത്? ആ, ഞങ്ങൾ മോളെന്നാ വിളിക്കുന്നത്. മോള് നാട്ടിൽ വരുന്ന സീനുകളാ എന്റെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് വരെ അടഞ്ഞു കിടക്കുന്ന വീടൊക്കെ ഉണർന്നു എഴുന്നേക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണരും. അയ്യോ, ഭയങ്കര ഉണർച്ചയാ. തള്ളി മറിക്കുക. അന്ന് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെയാ. അതാണ് പെണ്ണ് വീണ്ടും തിരിച്ചു വന്നു. ക്രിസ്റ്റീന വീട്ടിൽ വരും വീട് ഉണരുമെന്ന് പറയുന്നതിനാണോ? സൗണ്ട് ഒക്കെ അപ്പഴാ വരുന്നതെന്ന് തോന്നുന്നു. എടാ, ഇവനൊന്നും പറയാനില്ല നിന്നെ കുറിച്ച് കേട്ടോ. ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ചേച്ചി ഞങ്ങൾക്ക്, ചേച്ചി ഇങ്ങനെ ആയിരുന്നു. ഇല്ല, കരയത്തില്ല. നേരത്തെ പ്രിപ്പയർഡ് ആയിരുന്നു, കരയാതെ. ഇഷ്ടത്തവണ ഞാൻ ചേച്ചി പോയപ്പോ കരണ്ടുള്ളൂ. ഹൈദരാബാദ് പഠിക്കാൻ പോയപ്പോ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് കണക്ഷനാണ്. ചേച്ചി എന്ന് പറയുമ്പോൾ ഏറ്റവും മനസ്സിനോടി വരുന്നത് എന്താ? എല്ലാവരും ആമ്പിള്ളാരാ. ഞാനും ചേച്ചിയും അങ്കിളിന്റെ മൂത്ത മോള് മാത്രമേ ഉള്ളൂ. ചേച്ചി അങ്ങ് കോയമ്പത്തൂരാണ്, ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ നാട്ടില്. നല്ല ബോണ്ടായിരുന്നു. കരയില്ല, അല്ല അവള് കരയല്ലടാ, അവൾക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാൻ തോന്നുന്നു. അതുകൊണ്ടാണ് നിനക്ക് പറയണ്ട, നീ പറയണ്ട. എന്നെ എപ്പോഴും ഉപദ്രവിക്കും, പക്ഷെ എന്നാലും ചേച്ചി പോകുമ്പോ ഒരു വിഷമം. ചേച്ചി ഈ വീഡിയോ കാണുമ്പോൾ ഇത് കരഞ്ഞ് കണ്ണുനീരൊക്കെ വരും. കാട്ടുപറമ്പിൽ ഇന്ന് അമ്മായിപ്പനാകാൻ പോവാണ് ആദ്യമായിട്ട്. ഓ മണവളൻ, പേരെന്തുവാ? പരിചയമുള്ള ഒരാളെ കാണിക്കട്ടെ. ഇതാരാ നോക്കി? കൊടുത്ത് സ്വീകരിച്ച മോക്ക് കയ്യടി പോരാ കേട്ടോ. നിങ്ങളെ കൊച്ചു കരഞ്ഞില്ലല്ലോ. അയ്യോ, നിനക്ക് ഫോട്ടോ എടുത്തില്ലല്ലോ. വാ, അങ്ങോട്ട് ഇറങ്ങി. ഫോട്ടോ എടുക്കണോ? പൈസ കിട്ടോ? എല്ലാവരും അവിടെ അപ്പം തരുമെന്ന് പറഞ്ഞു. അവള് പറയണ്ടേ എന്റെ ഡാഡി പാപ്പരാത് വേണ്ടാതെ. ഇങ്ങനെ നാണം കെടുത്തേണ്ട കാര്യമില്ല.